ഈ സോളിഡാരിറ്റി SIO എന്ന് പറയുന്ന സംഘടനകളൊക്കെ ഇത് വീണ്ടും കൊണ്ടുവരുമ്പോൾ മറ്റുള്ള മുസ്ലിം സംഘടനകളെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തണം, അതായത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളെ, അങ്ങനെയാണോ അവർ ചെയ്യുക? അതിപ്പം ലീഗിന് വാസ്തവത്തിൽ ലീഗ് ഒരു ശാന്തപ്രകൃതിയായ സംഘടനയാണ്. അവർക്ക് ഇതിൻ്റെ അപകടം അറിയാം. അറിഞ്ഞുകൊണ്ട് അവർ മാറി ഒരു ഗുഡ് ഫേസ് ഓഫ് ഇസ്ലാം കാണിക്കണം എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. കുറേ കാലം അവർ സക്സസ്ഫുള്ളായിട്ട് അത് നടത്തുകയും ചെയ്തു. 70കൾക്ക് ശേഷം ഈ ഗൾഫിൻ്റെ ഉത്ഭവവും പണക്കൊഴുപ്പും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവർ, ഈ തീവ്രവാദികൾ, മുസ്ലിം ലീഗിനെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ മുസ്ലിം ലീഗിനെ ചലഞ്ച് ചെയ്യുന്ന സംഘടനകൾ ഓരോന്നോരോന്നായിട്ട് വന്നു. സിമി വന്നു, അബ്ദുൽ നാസർ മദനിയുടെ ISS വന്നു, അങ്ങനെ വന്നു. പിന്നെ പോപ്പുലർ ഫ്രണ്ടായി, SDP ആയി. അങ്ങനെ അവർ വർദ്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ ടെറിട്ടറിയിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ മുസ്ലിം ലീഗിന് ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. നിസ്സഹായാവസ്ഥ കൊണ്ടാണ്. അപ്പോൾ കോംപ്രമൈസ് ചെയ്ത് ഇപ്പോൾ ഒരു കോംപ്രമൈസിലാണ് പോകുന്നത്. ഇപ്പോഴും തീവ്രവാദികൾക്ക് അപ്പർ ഹാൻഡ് കിട്ടിയിട്ടില്ല മുസ്ലിം ലീഗ്. അത് കിട്ടാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സമസ്ത അവർ ഈ സംശുദ്ധ തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല. മുസ്ലിം ലീഗ് ഒട്ടും അംഗീകരിക്കുന്നില്ല. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി കുറേ അധികം ലിബറലായ ആൾക്കാരാണ്, നമ്മളുടെ ഡോക്ടർ ഫസൽ ഗഫൂർ, MES ഒക്കെ. അപ്പോൾ ഇങ്ങനെ വലിയൊരു നിര ഈ തീവ്രവാദത്തിനെതിരെ അതിനുള്ളിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അധികം കയറാൻ പറ്റിയിട്ടില്ല. ഈ കയറ്റിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനറിയാം മുസ്ലിം ലീഗ് ഇല്ലാതെയാകുകയും എല്ലാം കൂടെ SDP ആയിട്ട് മാറുകയും ചെയ്യും നിമിഷ നേരം കൊണ്ട്. അവർക്ക് തിയറിറ്റിക്കലി അവർക്ക് വലിയ എതിർപ്പൊന്നുമില്ലെങ്കിലും അവരുടെ നേതൃസ്ഥാനം പോകും എന്നുള്ള വെപ്രാളം വളരെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവരിതിനെ ചെറുക്കും. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവർ. മറ്റൊന്ന്, എൻ്റെ സ്ഥാനം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെ ചെറുക്കുന്നു. അതാണ് കേരളത്തിലെ അവസ്ഥ. അതുകൊണ്ട് ഹസനുൽ ബന്നയുടെ ഫോട്ടോ കാണിക്കുന്നത് മുസ്ലിം ലീഗ് തടഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും കേരളത്തിലെ തീവ്രവാദ എലമെൻസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.